ഫാമിലി. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മിസ് ഒരു പ്രോമിസ് തരാൻ പോവാണ്. വേറെ ഒന്നല്ല, ഈ വർഷത്തെ അതായത് നമ്മളുടെ മാർച്ചിൽ വരാനിരിക്കുന്ന, നിങ്ങൾക്കറിയാം നമ്മൾ മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മളുടെ മുമ്പിൽ നമ്മുടെ ഫൈനൽ എക്സാംസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു ഫൈനൽ ബോർഡ് എക്സാമിന് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന, ചിലപ്പോൾ അത് 100% ആയിരിക്കാം, ചിലപ്പോൾ 95 ആയിരിക്കാം, 98 ആയിരിക്കാം, എന്തായാലും നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാൻ ആണ് മിസ് നിങ്ങൾക്ക് വേണ്ടി റിവീൽ ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊത്തത്തിൽ കാണുക ആൻഡ് റിയലൈസ് ചെയ്യുക നമ്മളുടെ മുമ്പിൽ എന്തോരം അവസരമാണുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ബോർഡ് എക്സാംസിനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് വേണ്ടി ചൂണ്ടിക്കാണിച്ച് തരാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ മോഡൽ എക്സാംസ് ഒക്കെ എഴുതി അടിപൊളിയായിട്ട് മോഡൽ എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പലർക്കും നമ്മുടെ മോഡൽ എക്സാംസ് എഴുതിയതിന് ശേഷമല്ലേ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫെബ്രുവരി 15 തൊട്ട് 21 വരെ എഴുതിയിട്ടുള്ള ആ ഒരു നമ്മുടെ മോഡൽ എക്സാം എഴുതിയോടുകൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി പറ്റിയില്ല, നന്നായിട്ട് എഴുതാൻ പറ്റിയ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏത് രീതിയിലാണ് വന്നിട്ടുള്ളത് അല്ലെ, മീഡിയം ആണോ അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ടഫറായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സാംസ് മോഡൽ എക്സാമിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത സമയത്ത് നിങ്ങൾക്കൊരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ആൻഡ് അതിനുശേഷം വേറൊരു റിയലൈസേഷൻ എന്താ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം കൂടുതൽ ഇനി പഠിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഒരുപാട് മക്കളുണ്ടാവും മോഡൽ എക്സാം ആണെങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാതെ ഇരുന്ന ആൾക്കാരുണ്ടാവും, പലർക്കും പല ചാപ്റ്റേഴ്സും അറിയാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ആൻഡ് വേറൊരു സെറ്റ് ഓഫ് ടീംസ് ഉണ്ട്, അതായത് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു വന്ന് റിവിഷൻ എല്ലാം കഴിഞ്ഞ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ മോഡൽ എക്സാം എഴുതിയ ആൾക്കാരുണ്ടാവും. അപ്പം ഇവർ രണ്ടു പേരാണെങ്കിലും നമ്മളുടെ മുമ്പിൽ ഇനി ഒരേ ഒരു കാര്യമാണുള്ളത്, ദാറ്റ് ഈസ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള എക്സാം. അപ്പോൾ ഈ ഫൈനൽ എക്സാമിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് ഏറ്റവും നല്ല ഒരു മാർക്കിലേക്ക് എത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ മോഡൽ എക്സാംസ് എല്ലാം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് അതിനെ ഓർത്തിട്ട് വിഷമിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും നമുക്കിനി നേരമില്ല. ഇനി നമ്മുടെ മുമ്പിൽ നമ്മുടെ ഫൈനൽ എക്സാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഏറ്റവും ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തെടുക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു പ്ലാനാണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇന്ന് നിൽക്കുന്നത് 21st അല്ലേ, അതായത് നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മളുടെ മുമ്പിൽ 1-ാം തീയതി നമ്മളുടെ ഫിസിക്സ് എക്സാം ആണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ ഇപ്പോൾ തന്നെ വരണം മക്കളെ. അതായത് 9 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് എക്സാംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൻഡ് ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സ് എക്സാം വെച്ചാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പം നമ്മുടെ മോഡൽ എക്സാമിന് ഇനി നിങ്ങൾ ആലോചിക്കുക, 9 ദിവസം നമുക്ക് ഫിസിക്സ് ആണ് അല്ലെ, ഫിസിക്സിൻ്റെ എക്സാം ആണുള്ളത്. സോ ഈ 9 days കൊണ്ട് നമുക്ക് ഫിസിക്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമ്മുടെ ഫിസിക്സ് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ പലരും ചിന്തിക്കില്ല, ഈ 9 ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ് മക്കളെ, പഠിച്ച് തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് പഠിച്ച് തീർക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് പ്രൂവൻ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് മിസ് ഇത്രയും കോൺഫിഡൻസോടുകൂടെ പറയുന്നത്. അപ്പോൾ 9 ദിവസങ്ങൾ ഒന്നും പഠിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ 9 ദിവസങ്ങൾ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഒന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ നമുക്ക് ഇനിയുള്ള ഈ 9 days എന്ന് പറയുന്നത് നമുക്ക് പ്ലാൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് അല്ലേ. കാരണം എന്താ, എല്ലാം പഠിക്കണം അല്ലേ. അപ്പോൾ ഒന്നും പഠിക്കാത്ത ആൾക്കാർക്കാണ് ഏറ്റവും എളുപ്പം ഈ 9 ദിവസം കട്ടക്ക് ഇരുന്ന് പഠിക്കാം, മൊത്തത്തിൽ പഠിക്കാം, അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ റിവിഷൻ അല്ലെങ്കിൽ ഓൾറെഡി ചാപ്റ്റേഴ്സ് പഠിച്ച ആൾക്കാർക്കാണ് ഇനി ഈ 9 ദിവസങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഫുള്ളായിട്ട് പഠിക്കണം, റിവിഷൻ ചെയ്യണം അല്ലേ, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏതൊക്കെ ദിവസം പഠിക്കണം, അതിൻ്റെ കാര്യങ്ങളെല്ലാം എക്സാമിനർ ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഈ 9 ദിവസം നമ്മൾ ഫിസിക്സ് മാത്രമാണ് പഠിക്കാൻ പോകുന്നത്. ആൻഡ് അതിനുശേഷം മക്കളെ ഇതാ നോക്കുക, നെക്സ്റ്റ് 4 ദിവസത്തിനപ്പുറം നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം ആണ് വരുന്നത്. അതായത് മാർച്ച് 5 നമുക്ക് വരുന്ന എക്സാം എന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം ആണ്. ഓക്കെ, ആൻഡ് അതിനുശേഷം അപ്പോൾ ആ 4 days നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന് കൊടുക്കുന്നു. ആൻഡ് അതിനുശേഷം 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് മാത്സിൻ്റെ എക്സാം ആണ് മാർച്ച് 7 വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ വെറും 2 ദിവസമാണുള്ളത്. പക്ഷേ
അല്ലേ? ബയോളജിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 4+2 6 ദിവസം മാത്സ് മാത്രം പഠിക്കാൻ വേണ്ടിയുള്ള ഉണ്ട്. അപ്പോൾ ആ 6 ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം, മാത്സിന് വേണ്ടി കൊടുക്കുക. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ഈ ഒരു 9 ദിവസം ആൻഡ് ഈ 4 ഡേയ്സിൻ്റെ ഇടയിൽ നിങ്ങൾ മാത്സ് കുറച്ച് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് നമ്മുടെ മാത്സ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം 1 വീക്കിന് ശേഷം മാത്രമാണ് നമുക്ക് കെമിസ്ട്രി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരുപാട് ദിവസങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ വർഷത്തെ എക്സാമിനുണ്ട്. ഓരോ എക്സാംസിൻ്റെയും ഇടയിൽ ഇത്രയും നമ്പർ ഓഫ് ഡേയ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ എക്സാംസിനും അടിപൊളിയായിട്ട് ഫുൾ ഓൺ കോൺഫിഡൻസോടുകൂടെ പഠിക്കാനും ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ മാത്സ് എക്സാം കഴിഞ്ഞാൽ നോക്കൂ, 7 ഡേയ്സ് അഥവാ 1 വീക്ക് കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് വരുന്നുള്ളൂ, കെമിസ്ട്രിയുടെ എക്സാം വരുന്നുള്ളൂ. സോ ഈ 7 ഡേയ്സ് നമുക്ക് കംപ്ലീറ്റ്ലി എന്തിനു കൊടുക്കാം, നമ്മളുടെ കെമിസ്ട്രിക്ക് വേണ്ടി കൊടുക്കാം അല്ലേ. അതിനുശേഷം നമുക്ക് വരുന്നത് 5 ഡേയ്സ് കഴിഞ്ഞാൽ ബയോളജിയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ആ 5 ഡേയ്സ് ഫ്രീ ആണ്. അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാം. ആൻഡ് ബയോളജിക്കാർക്കാണെങ്കിൽ നോക്കുക, കെമിസ്ട്രി കഴിഞ്ഞ് വീണ്ടും 5 ദിവസം നമുക്ക് ബയോളജിക്ക് വേണ്ടിയുണ്ട്. അപ്പോൾ ആ 5 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ്ലി എന്തിന് കൊടുക്കും, ആൻഡ് ബയോളജിക്ക് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അതിനുശേഷം 2 ദിവസത്തിന് ശേഷം നമുക്ക് ലാംഗ്വേജ് ആണുള്ളത്. അതായത് മാർച്ച് 21 ഇംഗ്ലീഷ് എക്സാം ആണുള്ളത് അല്ലേ. ഇംഗ്ലീഷ് എപ്പോഴും നമ്മളൊരു കുഴപ്പിക്കുന്ന, നമ്മൾ വിചാരിക്കും വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചാലും നമ്മളെപ്പോഴും കുഴപ്പിക്കുന്ന ഒരു എക്സാമാണ് ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും കുറച്ച് ടഫായിട്ട് തോന്നിക്കുന്ന അല്ലെങ്കിൽ ടഫായിട്ട് വരുന്ന ഒരു എക്സാമാണ് നമ്മുടെ ഇംഗ്ലീഷ്. സോ നമുക്ക് 2 ദിവസം അതിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ 2 ഡേയ്സിനപ്പുറം നമുക്ക് ഇംഗ്ലീഷ് എക്സാമാണ്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ വെറുതെ അല്ലേ, ഇംഗ്ലീഷ് അല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് അവിടെ വിടാൻ പറ്റില്ല. നമുക്ക് ഇംഗ്ലീഷും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതിനുശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് ആണുള്ളത്. ആൻഡ് മാർച്ച് 23 കൂടെ നമ്മളുടെ എക്സാംസ് കഴിയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ വർഷത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും വളരെ ലക്കി ആയിട്ടുള്ള മക്കളാണ്. കാരണം ഇത്രയും ദിവസം ഓരോ ചാപ്റ്റേഴ്സിൽ, അതായത് ഓരോ സബ്ജക്റ്റിൻ്റെ ഇടയിലും ഇത്രയും ദിവസം, അതായത് 1 വീക്ക് 9 ഡേയ്സ് അല്ലേ, 5 ഡേയ്സ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അല്ലേ, അതായത് എക്സാമിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പഠിക്കാൻ മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ ദിവസങ്ങൾ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ഇതാ എക്സാം വിന്നറിൻ്റെ ക്ലാസ്സസും ലൈവുകളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നറിയാം. മാരത്തോണുകളും 100 ഷുവർ ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക, കൃത്യം 7 മണിക്ക് നമ്മുടെ ചാനലിലേക്ക് വന്നിരിക്കുക. ഈ ദിവസങ്ങളിലുള്ള ക്ലാസ്സസ് കാണുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കും. അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങൾ കാണിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് ആ ഒരു പവർ കാണിച്ച് നമ്മുടെ ലൈവിലേക്ക് വരിക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ആരും മക്കളെ ഉഴപ്പാൻ വേണ്ടി പാടില്ല. ഈ ഒരു ദിവസം ഇത് നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി, കാരണം എന്നെക്കൊണ്ട് പറ്റില്ല, ഇനി പഠിച്ചാൽ എന്നെക്കൊണ്ട് ഒന്നും ആവില്ല എന്ന് വിചാരിക്കുന്ന എല്ലാ മക്കൾക്കുള്ളൊരു റിയലൈസേഷനാണ്. കാരണം പറ്റും, എല്ലാവർക്കും പറ്റും. ഈ ഒരു ടൈം ടേബിളിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഒരു കുഴപ്പമില്ലാതെ അല്ലെ, ഒരു വേറെ കാര്യങ്ങളിലേക്കും പോവാതെ പഠിത്തത്തിൽ മാത്രം എൻ്റെ കുട്ടികൾ ഈ ദിവസങ്ങളിൽ ഈ ഒരു 1 മന്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് തന്നെയായിരിക്കും. ആൻഡ് റിസൾട്ട് വരുമ്പോൾ നിങ്ങളിൽ വിരിയുന്ന ആ ഒരു പുഞ്ചിരി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫേസിൽ എന്തായാലും ആ ഒരു സ്മൈൽ ഉണ്ടായിരിക്കും. അത് മിസ് തരുന്ന ഉറപ്പാണ്, എക്സാം വിന്നറിൻ്റെ ഉറപ്പാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ മക്കളെ നന്നായിട്ട് പഠിക്കുക. ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഇനി ഉഴപ്പിപ്പോകാൻ പാടില്ല. അപ്പം എല്ലാവരും ഈ ഒരു പ്ലാനിനനുസരിച്ച് പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ട് നമ്മുടെ ലൈവുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ലൈവിൻ്റെ ടൈമിനെ പറ്റിയിട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്ലാനിൽ നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നു, അപ്പോൾ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മക്കളെ. മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ, ഈ ഒരു റിയലൈസേഷൻ എൻ്റെ എല്ലാ മക്കൾക്കും ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ ഈ ഫൈനൽ എക്സാം തകർക്കും. ഓക്കെ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഇവിടെ എക്സാം വിന്നർ ഉണ്ട്. ഓക്കെ, അപ്പോൾ വിശ്വസിക്കുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈവിൽ വരിക, ലൈവ് കാണുക, കോൺഫിഡൻസോടുകൂടെ എക്സാം എഴുതുക. താങ്ക് യു.